ലോകകപ്പ് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഒക്കെയാണ്. എന്നാൽ ഈ വമ്പന്മാർക്കിടയിലേക്ക് ഇന്ത്യൻ ടീം കൂടി ഇറങ്ങിയാലോ? വേൾഡ് കപ്പിനെ വരവേറ്റ് കോഴിക്കോട് തോട്ടുമുക്കത്ത് നടന്ന ഫാൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് അർജന്റീനയ്ക്കും ബ്രസീലിനും ഒപ്പം ഇന്ത്യൻ ടീമും കളിക്കാൻ ഇറങ്ങിയത്. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും നാട്ടിലെ ഫുട്ബോൾ പ്രേമികളും സംയുക്തമായി നടത്തിയ ഈ ഫാൻസ് ടൂർണമെന്റ് വേറിട്ടൊരു കാഴ്ചയായി. ലോകകപ്പ് ഫുട്ബോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഒക്കെയാണ്. എന്നാൽ ഈ വമ്പന്മാർക്കിടയിലേക്ക് ഇന്ത്യൻ ടീം കൂടി ഇറങ്ങിയാലോ? വേൾഡ് കപ്പിനെ വരവേറ്റ് കോഴിക്കോട് തോട്ടുമുക്കത്ത് നടന്ന ഫാൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് അർജന്റീനയ്ക്കും ബ്രസീലിനുമൊപ്പം ഇന്ത്യൻ ടീമും കളിക്കാൻ ഇറങ്ങിയത്. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും നാട്ടിലെ ഫുട്ബോൾ പ്രേമികളും സംയുക്തമായി നടത്തിയ ഈ ഫാൻസ് ടൂർണമെന്റ് വേറിട്ടൊരു കാഴ്ചയായി. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഒപ്പം ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ ചുണക്കുട്ടികളും ഇറങ്ങിയതോടെ തോട്ടുമുഖത്തെ ഫാൻസ് ഫുട്ബോൾ ലോകകപ്പിൽ അതേ ആവേശത്തിലായി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായക്കാരും അർജന്റീനയുടെ നീലാകാശപ്പടയും പോർച്ചുഗലിന്റെ ചുവപ്പന്മാരും ഇന്ത്യൻ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുത്തെങ്കിലും ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. വമ്പന്മാരെ വിറപ്പിക്കുന്ന പ്രകടനവുമായി ഇന്ത്യയുടെ പിള്ളേർ കളം ഭരിച്ചപ്പോൾ തോറ്റത് ലോകകപ്പിലെ വമ്പൻ ടീമുകളുടെ പ്രശസ്തിയായിരുന്നു. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും ഒക്കെ ഗ്രൗണ്ടിൽ കളം നിറഞ്ഞെങ്കിലും ഗാലറിയിലും മൈതാനത്തും ഏറ്റവും കൂടുതൽ ആർപ്പുവിളികളും കയ്യടികളും ഉയർന്നത് ഇന്ത്യ എന്ന ഒരൊറ്റ പേരിലായിരുന്നു. തോട്ടുമുക്കം സ്കൂൾ ടീം ഇന്ത്യൻ ജേഴ്സിയിൽ പന്തുരുട്ടിയപ്പോൾ കണ്ടുനിന്ന നാട്ടുകാരുടെയും കുട്ടികളുടെയും ഉള്ളിലെ യഥാർത്ഥ ഫുട്ബോൾ പ്രേമവും ഉണർന്നു. ഇന്ന് ഞങ്ങളുടെ സെന്റ് തോമസ് തോട്ടുമുക്കം സ്കൂൾ ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനായിട്ടാണ്. ഫിഫ വേൾഡ് കപ്പ് എത്തുമ്പോൾ മറ്റുള്ള ഏത് ഫുട്ബോൾ ടൂർണമെന്റ് ആണെങ്കിലും വളരെ ആവേശോർജമായിട്ടാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും പങ്കെടുക്കുന്നത്. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ബ്രസീലാണ്, ഒരു ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, അങ്ങനെ ഒത്തിരി ടീമുകളുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ഓരോ കുട്ടികളും ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഒരു ഹോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യ പ്ലേ ചെയ്യുന്ന ഒരു ഹോപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ കൂടെ അത്ര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ടൂർണമെന്റിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച അർജന്റീനയും ബ്രസീലിനെ തോൽപ്പിച്ച് പോർച്ചുഗലും ഫൈനലിലെത്തി. കലാശ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ കീഴടക്കി അർജന്റീന കിരീടം ചൂടി. പ്രശസ്ത മോഹൻ ബഗാൻ താരം ഉമർ മുക്തറാണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.